ടോപ്പിൻ്റെയൊക്കെയും ഫ്രണ്ടിലേ വർക്ക് വരുമ്പോഴേ അതെങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്യാന്നാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തും വർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇറക്കം കൂടുതലാവുമ്പോൾ അത് കട്ട് ചെയ്ത് കയറ്റി വെക്കേണ്ടി വരെ. അപ്പോൾ ഇതാ ഒരു എന്തെങ്കിലും പിന്നോ എന്തെങ്കിലും ഒരു ക്ലിപ്പ് എന്തെങ്കിലും കൊണ്ട് നമുക്ക് സെൻറ്റർ ഭാഗം നോക്കിയിട്ട് കറക്റ്റായിട്ട് മടക്കി വെച്ചാൽ മതിയാവും. എന്നിട്ട് നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ മീതെ വേണം കേട്ടോ നമ്മൾ കറക്റ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാവട്ടെ അത് വൃത്തിയിൽ കിട്ടുക. അപ്പോൾ നമ്മൾ സാധാ പീസ് കുറച്ച് അപ്പുറത്തേക്ക് ഇട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലോ നമുക്കത് നല്ല രീതിയിൽ വെക്കാൻ പറ്റും. അപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അത് നല്ല പേടിയായിരിക്കും കേട്ടോ. ഇത് ക്യാൻവാസ് ഒന്നും ഇല്ലാണ്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള കാരണം കൊണ്ടേ കഴുത്ത് ഞാൻ ലൈനിങ്ങിൻ്റെ മീതെ തന്നെ കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. താഴ്ഭാഗം ഇറക്കം കൂടുതലുള്ള കാരണം ഞാനത് വെട്ടി മാറ്റിയതാണ്. ഇനിയിപ്പോൾ ഇതാ കറക്റ്റ് തന്നെ നമുക്ക് ഇറക്കെടുക്കണം കേട്ടോ. പട്ടുണ്ടെന്ന് വെച്ചിട്ട് അത് ഇറക്കം കുറയ്ക്കാൻ പാടില്ല. കാരണം നമ്മൾ മടക്കി തയ്ച്ചതിന് ശേഷമാണ് ഈ പട്ട അതിൻ്റെ മീതെ വെക്കുന്നത്. അപ്പോൾ അത് കറക്റ്റിൽ തന്നെ എടുക്കണം. എന്നിട്ട് നമ്മൾ സാധാ പോലെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ബാക്ക് ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ പട്ട. ഇതിനിപ്പോൾ കൈയാണ്. കൈ നല്ല നീളമുള്ള കാരണം കൊണ്ടേ ഇത് ജോയിൻ്റ് ആയിട്ടാണ് കേട്ടോ വന്നത് സെൻറ്ററിൽ. ഇനിയിപ്പോൾ ഇതാ പട്ട ഉണ്ട്. അപ്പോൾ പട്ട നമ്മളിതിന് ബാക്കിന് വെക്കണില്ല. പട്ട നമുക്കിത് കയ്യിന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതും കറക്റ്റ് അളവിൽ തന്നെയാണ് കേട്ടോ വെട്ട്. അതിന് പട്ട വെക്കണില്ലല്ലോ. ഇതിപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തയ്ച്ചെടുക്കുമ്പോൾ ഈ സെൻറ്റർ ഭാഗം എവിടെയും തിരിയാതെ തയ്ച്ചെടുക്കാൻ പറ്റൂ കേട്ടോ. ഇതിനിപ്പോൾ ഒരു സ്റ്റോൺ അല്ലാതെ വേറൊരു സംഭവമാണ് കേട്ടോ. ഒരു കാണാനുള്ളൊരു സാധനമാണ് ഇതിൻ്റെ മുകളിലുള്ളത്. അപ്പോൾ അതൊന്നും നമുക്ക് വിഷയമില്ല. അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്താൽ ചെയ്തെടുക്കാൻ പറ്റുമേ. ഇനിയിപ്പോൾ അതാ ഷോൾഡർ എല്ലാം കൂട്ടിയിട്ടുണ്ട്. ബാക്ക് വശം ഇതാ ശരിയായ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അടിഭാഗത്ത് ഞാൻ വെച്ചിട്ടില്ല, പട്ട വെച്ചിട്ടില്ല. ഇത് എല്ലാം കഴിഞ്ഞതിന് ശേഷം വെച്ചാൽ മതി കേട്ടോ. നമുക്ക് ആദ്യം വെച്ച് കൊടുക്കണ്ട. അപ്പോൾ ഒരു തൂക്കം എന്തെങ്കിലുമൊക്കെ ആയി പോവും. ഇനിയിപ്പോൾ അതാ കൈ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കൈയിൻ്റെ മീതെ ആ പട്ട വെച്ച് അതേപോലെ തന്നെ നമുക്ക് ടോപ്പിൻ്റെ താഴ്ഭാഗത്തും വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ടേ. ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എളുപ്പമുള്ള മെത്തേഡാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. താഴ്ഭാഗത്തെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നല്ല വൃത്തിയിൽ ചെയ്തെടുക്കാൻ പറ്റുമേ. അപ്പോൾ അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ടോപ്പ് ഷേപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ.